ഞാൻ പറയുന്നു, ഭേദ്യം ചെയ്യലല്ല, ചോദ്യം ചെയ്യലാണ് വേണ്ടത്. ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഭേദ്യം ചെയ്യുക, വഴിയരികിലിട്ട് ഭേദ്യം ചെയ്യലല്ല. ശ്രീ ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരം ഇന്നലെ വൈകുന്നേരമാണ് പോകാൻ അറിയുന്നത്. ആ വിവരം അറിഞ്ഞ നിമിഷം മുതൽ ഉറങ്ങുന്നത് വരെയും, ഉണർന്ന് ഈ സംസാരത്തിനായി നാവും എടുത്ത് ഇവിടേക്ക് വരുന്നത് വരെയും പോകാൻ ആലോചിച്ച ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇതുവരെയും നിയമം കൊണ്ടുള്ള വേട്ടയാടലുകൾക്കാണ് അദ്ദേഹം ഇരപ്പെട്ടതെങ്കിൽ ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പല ആളുകളും ഫേസ്ബുക്കിൽ ഈ വാർത്തയ്ക്ക് കീഴെ സ്മൈലി ഇട്ട് അല്ലെങ്കിൽ വളരെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു രീതി കണ്ടു. അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവണതയല്ല. നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകൻ തെരുവിൽ തല്ലുവാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അതല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ആദ്യമായിട്ടാണ് പോങ്ങൻ കേൾക്കുന്നത്, ഒരു മാധ്യമ പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത്. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ ഒന്ന് പരതിയെടുത്തപ്പോൾ പലരും പലതാണ് എഴുതിയിരിക്കുന്നത്. സൗത്ത് ലൈവ് എന്നോ മറ്റോ പേരായിട്ടുള്ള ഒരു പോർട്ടലിൽ കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ വാഹനം മറ്റൊരു വാഹനവുമായി ഇടിക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു വാഹനം ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയോ ചെയ്തപ്പോൾ മൂക്ക് ചെന്ന് സ്റ്റിയറിംഗ് വീലിൽ ഇടിച്ച് മൂക്ക് മുറിയുകയും രക്തം വരികയും ചെയ്തു എന്നാണ് അവരെഴുതിയിരിക്കുന്നത്. മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. കണ്ടാലറിയാത്ത ആളുകൾ എന്ന് പറയുന്നുണ്ട്, കണ്ടാലറിയാത്ത ആളുകൾ. പക്ഷെ ഏഷ്യാനെറ്റിൽ ഷാജൻ സ്കറിയ പറഞ്ഞതായി പറയുന്ന ഒരു വാർത്ത ഇതാണ്: CPM-കാരാണ് ഇതിന്റെ പിന്നിൽ, അവർക്ക് നിയമപരമായിട്ടൊന്നും കഴിയാത്തത് കൊണ്ട് കയ്യാങ്കളിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന്. അപ്പോൾ കണ്ടാലറിയാത്ത എന്ന് പറയുകയും പിന്നെ അത് CPM-കാരെന്ന് പറഞ്ഞപ്പോഴൊക്കെ ആകെ എനിക്ക് ആശയക്കുഴപ്പമായി. കണ്ടാലറിയാത്തവരെല്ലാം CPM-കാരാണോ? അപ്പോൾ അതും യഥാർത്ഥ വസ്തുതയായിരിക്കില്ല വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാജൻ സ്കറിയയുടെ വാക്കുകളിലൂടെ കേട്ടാൽ മാത്രമേ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്ത് തന്നെയും ആവട്ടെ, മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറയാം. ശ്രീ ഷാജൻ സ്കറിയയോട് ആർക്കൊക്കെയോ നല്ല വിരോധമുണ്ട്. ആ വിരോധികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും കമ്മികളുമാണ്. അപ്പോൾ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പുരാണ പഴമൊഴിയെ അടിസ്ഥാനമാക്കി കൊണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആരാലെങ്കിലും ഇദ്ദേഹം ആക്രമിക്കപ്പെടുമെങ്കിൽ അത് തീർച്ചയായിട്ടും കമ്മികളാലായിരിക്കും. പലരും പറയുന്നത് കേട്ടു, ഷാജൻ സ്കറിയയോടുള്ള ഭീതി കൊണ്ടാണ്, ഷാജൻ സ്കറിയെ ഭയക്കുന്നത് കൊണ്ടാണ് അവർ ഷാജൻ സ്കറിയെ ആക്രമിച്ചതെന്ന്. വാസ്തവത്തിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഷാജൻ സ്കറിയെ കൂടുതൽ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്ന പണിയായി പോകും. ആ വിചാരം വളർത്തി കൊടുക്കരുത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ. കാരണം തന്നെ ഭയക്കുന്നത് കൊണ്ടാണ് താൻ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ള വിചാരം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ വീറോടുകൂടി ഇതുപോലുള്ള രീതിയിൽ, ഈ ശൈലിയിൽ വർത്തമാനങ്ങൾ പറയുകയും തെരുവിലിറങ്ങാൻ വയ്യാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭയം കൊണ്ടല്ല, അദ്ദേഹത്തോടുള്ള വെറുപ്പ് കൊണ്ടാണ്, വിരോധം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മറ്റൊരു മാധ്യമ പ്രവർത്തകനും ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള ശത്രുതയ്ക്ക് ഇരപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടില്ല. അതിന്റെ അർത്ഥം അവരൊക്കെ പോരായ്മപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളതല്ല. അങ്ങനെ വിചാരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഈ കയ്യാങ്കളിയോളം എത്തിയ നിലയ്ക്ക്, കാര്യങ്ങൾ അങ്ങനെ എത്തിയ നിലയ്ക്ക് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണം, പുനഃപരിശോധന ആവശ്യമുണ്ട്. നമ്മുടെ ശൈലി, സമ്പ്രദായം, സംസാര സമ്പ്രദായത്തിന് എന്തെങ്കിലും പിശകുണ്ടോ? ഞാൻ അവതരിപ്പിക്കുന്ന വാർത്തകൾ അത് മറ്റുള്ളവരെ കണ്ടമാനം നിലയിൽ മുറിവേൽപ്പിക്കുന്നുണ്ടോ? അതിൽ എത്രത്തോളം എന്റെ ഭാഗത്ത് പിശകുകൾ പിണഞ്ഞിട്ടുണ്ട്? ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ കാര്യവും പൊതു ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഓരോ വ്യക്തികളും അവർ നടത്തിക്കഴിഞ്ഞിരിക്കുന്ന സംസാരത്തിനകത്തെ പാകതകളും പിശകുകളും ഒക്കെ ഒന്ന് പരതുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തെങ്കിലും ഒരു അപാകത വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും അതൊക്കെ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരു വിഷയത്തിൽ തന്നെ എന്റെ ഒരു മനസ്സിലാക്കൽ ഞാൻ പറയട്ടെ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഷാജൻ സ്കറിയ സംഘിയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അദ്ദേഹം ഒരു കൊങ്ങിയാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരും നമുക്കിടയിലുണ്ട്. പക്ഷെ ഒരു കാലത്തും ഷാജൻ സ്കറിയ സംഘിയാണ് എന്ന് പറയുന്ന വിചാരം എനിക്കുണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനിതിപ്പോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. അദ്ദേഹം എന്തായാലും ഒന്ന് പരസ്യമായിട്ട് ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുമായിരിക്കും, പക്ഷെ പരസ്യമായി പറയില്ല. കയ്യാങ്കളിയിൽ കാര്യങ്ങൾ എത്തിയതുകൊണ്ട് പറയാണ്, തീർച്ചയായിട്ടും അദ്ദേഹം സംഘിയല്ല. അദ്ദേഹം സംഘിയാണെന്ന വിചാരത്തോടെ ആരെങ്കിലും ചെന്ന് അദ്ദേഹത്തിന് 2 തല്ല് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ഒരു തല്ലുകാരൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കുറ്റവാളി മാത്രമല്ല, ഒരു വിഡ്ഢിയായ കുറ്റവാളിയായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം സംഘിയല്ല. ഷാജൻ സ്കറിയ സംഘിയാണെന്ന് വിചാരിക്കുന്ന സംഘികൾ സംഘി സമൂഹത്തിൽ അധികമായി ഉള്ളത് കൊണ്ടാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം വളരാത്തതെന്നുകൂടി ഞാൻ കുറച്ച് കടത്തി പറഞ്ഞു വെക്കും. ഷാജൻ സ്കറിയ സംഘിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഘികളാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഏറ്റവും വലിയ ബാധ്യത. ഇനി ഷാജൻ സ്കറിയ കൊങ്ങിയാണോ? അങ്ങനെയും വിചാരിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹം കൊങ്ങിയാണെന്നും ഞാൻ കരുതുന്നില്ല. എന്റെ സാമാന്യ ബോധം അതിനനുവദിക്കുന്നില്ല.
ഓരോ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള ഉപജീവനത്തിനായി ഓരോ മാർഗങ്ങൾ തിരഞ്ഞെടുക്കും. ചിലർ ജനസേവന വ്യവസായികളാവും. നാട് നന്നാക്കുക അതാണോ ആഗ്രഹം? ജനസേവന വ്യവസായം കൊണ്ട് നശിച്ചു പോയ എത്ര പേരുണ്ട്? ജനസേവന വ്യവസായികൾ തൊഴിലില്ലാത്ത ആൾക്കൂട്ടമാണ്. ഞാനൊരു തൊഴിൽ രഹിതനായിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം ജീവിച്ചു പോകാനുള്ള പങ്കപ്പാട്. മറ്റൊരു ജോലിയും ചെയ്യാതെ ജനസേവനം കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് മുട്ടില്ലാതെ അവരാരും ദാരിദ്ര്യം കൊണ്ടോ അവരാരും അവരുടെ കഷ്ടത കൊണ്ടോ ആത്മഹത്യ ചെയ്യുകയോ അതല്ലെങ്കിൽ അവരുടെ ജീവിതം നിരന്തരം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. കേരളത്തിലെ ഒരു ജനസേവന വ്യവസായി പോലും ഇന്നുവരെ ഇത് നഷ്ടക്കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തുനിന്ന് പിൻവാങ്ങിയിട്ടില്ല. ആരും ദാരിദ്ര്യം കൊണ്ട് എല്ലും തോലുമായി ചത്തുപോയിട്ടുമില്ല. അപ്പൊ ഇത് നല്ല ഒന്നാന്തരം ലാഭം നൽകുന്ന, ഒട്ടും തന്നെ മൂലധനമില്ലാതെ മുതൽ മുടക്കില്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യവസായ സംരംഭമാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തനവും. അതുപോലെ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല ഒരു സംരംഭം, അദ്ദേഹം ജേർണലിസം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തൊഴിലിടത്തിൽ അദ്ദേഹം സ്വന്തം നിലയിൽ ഒരു സംരംഭം ആരംഭിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമങ്ങൾ, ഊണില്ല ഉറക്കമില്ല എന്ന് പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു നിലയിലെത്തുന്നു. സ്വാഭാവികമായിട്ടും വരുന്ന വാർത്തകൾ, ആ വാർത്തകളുടെ നെല്ലും പതിരും തിരിക്കേണ്ടത് ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ പ്രേക്ഷക സമൂഹത്തിന്റെ സാമാന്യ ബോധമാണ്. കാരണം ഇതൊരു കച്ചവടമാണ്. ആ ഒരു ബോധം വേണം. ഞാൻ സത്യമേ പറയൂ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ സത്യം മാത്രം പറയുന്നവനായതുകൊണ്ടോ ഹരിശ്ചന്ദ്രന്റെ മകനായതുകൊണ്ടോ അല്ല. സത്യത്തിന് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കെട്ടകാലത്തും നല്ല മൂല്യമുണ്ട്. സത്യമെന്ന് പറയുന്നത് അവകാശവാദമായിട്ട് കൊണ്ടു നടക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു കാര്യമാണ്. സത്യമെന്ന് പറയുന്നത് ആചരിച്ചാൽ മുടിഞ്ഞു കുത്തുവാളയെടുക്കും. അതുകൊണ്ട് ഞാൻ സത്യമുള്ളവനാണ് എന്ന് പറയുന്ന ഏതു വ്യക്തിയും നല്ല ഒന്നാന്തരം കച്ചവട ബുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ടാണ്. കാരണം സത്യത്തിന് നല്ല വിലയുണ്ട്. പക്ഷെ സത്യം എന്ന് പറയുന്നത് ആചരിച്ചാൽ മൂഞ്ചിപ്പോകും അല്ലെങ്കിൽ മുടിഞ്ഞു പോകും. അപ്പൊ സത്യം എന്ന് പറയുന്നത് ഒരു അവകാശവാദമായി, ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുക, നാക്കുകൊണ്ട് സത്യത്തെ തൊടുക, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിജീവനാസക്തിയുള്ള ഏതു മനുഷ്യനും അവലംബിക്കേണ്ടതായിട്ടുള്ള ഒരു മര്യാദ മാത്രമാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. എനിക്ക് ഒരു മുഷിപ്പും അദ്ദേഹത്തോടില്ല. ഉള്ളത് ഇദ്ദേഹത്തെ ശത്രുവായി കാണുന്ന മനുഷ്യരുടെ സൈദ്ധാന്തിക പാപ്പരത്വമാണ് എന്നെ അലട്ടുന്നത്. അതാണ് എനിക്ക് സങ്കടം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും മണ്ടന്മാരായതുകൊണ്ടാണ് വഴിയിൽ വെച്ച് കാണുമ്പോൾ ഇവനിട്ട് രണ്ടെണ്ണം കൊടുത്താലോ എന്നങ്ങ് ആലോചിച്ചു പോകുന്നതും ആ ആലോചന പ്രാവർത്തികമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിയില്ലായ്മ അവർ കാണിക്കുന്നതും. ഞാനതാ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല്ലു കൊണ്ടോ എന്ന് ചോദിച്ചാൽ തല്ലു കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. തല്ലു കൊടുത്തോ എന്ന് ചോദിച്ചാൽ അവർക്ക് തല്ലു കൊടുത്തു എന്നും പറയാം. പക്ഷെ കൊണ്ടോ? കൊണ്ടില്ല. കൊടുത്തോ? കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ നിസ്സാരമായ പരിക്കുകളോടെ അദ്ദേഹം ആശുപത്രിയിൽ എത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. വളരെ നിസ്സാരമായ പരിക്കുകളോടെ. ഭാഗ്യം, മഹാഭാഗ്യമാണത്. പക്ഷേ അത്തരമൊരു സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങി വന്നത്? അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. സത്യവാന്മാരെ മുഴുവൻ പിടിച്ചങ്ങോട്ട് അടികൊടുത്ത് വിടുക എന്ന് പറയുന്ന ഒരു നാട്ടു നടപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല നിലവിൽ ഇതുവരെ. സത്യം പറയുന്നവരെല്ലാം തല്ലുകൊള്ളുന്നില്ല. കമ്മ്യൂണിസ്റ്റുകളെ എതിർക്കുന്നവരെല്ലാം ഇടിമേടിച്ചു കൂട്ടുന്നില്ല. അപാരമായ നിലയിൽ കമ്മികളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തെരുവിലൂടെ ഞാൻ വണ്ടിയിലൊന്നുമല്ല, മിക്കപ്പോഴും നടന്നുകൊണ്ട് പോകുന്ന ചായക്കടയിൽ പോയി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നെ അത്യാവശ്യം ഈ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. ഒരുത്തനും വന്നിട്ട് സൗജന്യ നിരക്കിൽ ഒരു തല്ല് എനിക്കിട്ട് തന്നിട്ടില്ല. ഒരു പക്ഷേ സാമൂഹ്യ മൂല്യത്തിന്റെ ഒരു കുറവ് കൊണ്ടുകൂടിയായിരിക്കാം. അതായത് ഞാൻ അവർക്ക് ഉണ്ടാക്കി വെക്കുന്ന പരിക്കുകൾ വളരെ ചുരുക്കമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. കാരണം എനിക്ക് കേൾവിക്കാർ കുറവായതുകൊണ്ടും ഞാനൊരു വലിയ പ്രതിസന്ധിയായി അവർക്ക് മാറുന്നില്ലാത്തത് കൊണ്ടുമായിരിക്കാം. പക്ഷേ ശ്രീ ഷാജൻ സ്കറി അങ്ങനല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സ്വാധീന ശേഷി വളരെ കണ്ടമാനമുണ്ട്. സാമൂഹിക മൂല്യം വളരെ അധികമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ പരിക്ക് പറ്റിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ടായിരിക്കും ആ ശത്രുത, ആ ഒരു അമർഷം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത്രമാത്രം പക ഉണ്ടാവുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി പോകാൻ ചോദിക്കട്ടെ. ഈ സാമൂഹിക മൂല്യം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടായതെങ്ങനെ? സ്വന്തം കഷ്ടപ്പാട് അത് മനസ്സിലാക്കാം. നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. സ്വന്തം കഷ്ടപ്പാട്, ഒരു സംരംഭം ആരംഭിച്ച് അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഊണുമുറക്കവും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം പൊരുതി ഈ ഒരു അവസ്ഥയിലെത്തിയത്. പക്ഷേ ഈ നിലയിലേക്ക് ഇത്രമാത്രം ഒരു കനത്ത സാമൂഹ്യ മൂല്യം എത്തിച്ചു കൊടുത്തത് ആരാണ്? പ്രധാനമായിട്ടും അത് നമ്മുടെ PV അൻവറിൻ്റെ ആലോചനയില്ലായ്മയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ പുതിയ കാല നേതാക്കന്മാർക്ക് ദീർഘദൃഷ്ടി കുറഞ്ഞു പോയതുകൊണ്ടേയും ഈ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ആലോചന ഇല്ലാത്തതുകൊണ്ടും ഈ രണ്ട് കൂട്ടരും കൂടെ, PV അൻവറും ഈ ഇടതുപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അവരുടെ കൈവശം ഇരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മനുഷ്യനെതിരെ നിരന്തരം പല പല വകുപ്പുകൾ ഇട്ടുകൊണ്ട് കേസ് കൊടുത്തപ്പോൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു ഇരയായി ശ്രീ ഷാജൻ സ്കറിയ മാറിപ്പോയി. അല്ലേ?
പണ്ട് 4500 5000 മണിക്കൂറിൽ കാഴ്ചകൾ കിട്ടിക്കൊണ്ടിരുന്ന ശ്രീ ഷാജൻ സ്കറിയയ്ക്ക് ഇപ്പോൾ ഒരു മണിക്കൂറിൽ 50,000 70,000 1 ലക്ഷം വരെയും ഒക്കെ കാഴ്ചകൾ ലഭിക്കുന്നുണ്ട്. 2 മണിക്കൂർ കൊണ്ട് 4 ലക്ഷം കാഴ്ചകൾ കടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത്ര സ്വീകാര്യത ലഭിച്ചത് എങ്ങനെയാണ്? ഇദ്ദേഹം ഹരിശ്ചന്ദ്രന്റെ മോനാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെ ഈ പറയുന്ന ഒരു വേട്ടയാടൽ, നിയമപരമായി വേട്ടയാടൽ നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മൂല്യം അത്രത്തോളം ഉയർന്നത്, സ്വാധീനശേഷി ഉണ്ടായത്. ആരെ താങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. രാവിലെ ഉറക്കമുണരുമ്പോൾ മലയാളി ഇന്ന് ആരുടെ കുണ്ടി താങ്ങണം എന്നാണ്. കനത്ത ആസനങ്ങൾ തിരഞ്ഞു പിടിച്ച് താങ്ങാനുള്ള ഒരു വല്ലാത്ത വൈഭവം മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് മൂലമൂല്യം ഉയർത്തിക്കഴിഞ്ഞാൽ ചുമന്നോളും. മലയാളി അങ്ങനെയുള്ള ആൾക്കൂട്ടമാണ്. അതുകൊണ്ട് മാധ്യമധർമ്മക്കാരന്മാർ കൃത്യമായിട്ട് ചില ആളുകളെ ചില ബിംബങ്ങളായി വിഗ്രഹവൽക്കരിച്ച് അങ്ങോട്ട് വയ്ക്കും. സ്വാഭാവികമായിട്ടും അവരുടെ കുണ്ടി താങ്ങും. ഇതൊരു കച്ചവടം, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ സാധ്യതയുണ്ട്, കച്ചവടമുണ്ട്. ഇതൊന്നും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഷാജൻ സ്കറിയ അങ്ങനെ ആരെയും വിഗ്രഹമാക്കുകയല്ല, സ്വയം വിഗ്രഹമായ ആളാണ്. എങ്ങനെ ആയത്? കൃത്യമായ ബുദ്ധിപൂർവ്വമുള്ള നീക്കങ്ങളിലൂടെയാണ്. നാവ് മനോഹരമായി നല്ല നിലയിൽ കൃത്യമായി സാമൂഹ്യ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വിഷയങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് ഇത് മാത്രമാണ് ഈ വിഷയത്തിൻ്റെ ശരിയായ വസ്തുത എന്ന പ്രതീതി ജനങ്ങൾക്ക് തോന്നുന്ന നിലയിൽ അവതരിപ്പിച്ചാണ് മൂല കട്ടി ഉണ്ടാക്കിയെടുത്തത്. അതിന് വലിയ നിലയിൽ ഒരു നല്ല ഒന്നാന്തരമായിട്ട് ആ കനത്ത മൂലത്തിന് ഭയങ്കരമായ സ്നിഗ്ധത പകരുന്ന രീതിയിലുള്ള നിയമപരമായ വേട്ടയാടകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തി കൊടുക്കുകയും കൂടി ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസനം താങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഒട്ടും കൈ കഴയ്ക്കുകയോ വേദനിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് സുഖകരമായി അദ്ദേഹത്തെ ഈ നിലയിൽ ആളുകൾ ആഘോഷിച്ചു. അപകടമുണ്ട്. അദ്ദേഹം അതിൻ്റെതായ സന്തോഷത്തിൽ ആ ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ ധാരാളമായ നിലയിലുള്ള ഉള്ളിൽ ഇനി എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ബോധ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ നിലയിലും സ്വാധീനിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും സ്വന്തം വർത്തമാനങ്ങൾക്കകത്ത് പാകപ്പിഴകൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഒരു വഴിയാണ് പിടിച്ച് അടികൊടുക്കുക എന്ന് പറയുന്നത്. കാരണം നിയമം കൊണ്ട് ആക്രമിക്കാൻ പറ്റുന്നില്ല. സാമൂഹ്യ മൂല്യം കനപ്പെട്ടു പോയി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കൂട്ടം വളയും ഇടി കിട്ടും. ഇപ്പം ഞാൻ പോലും പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെയാണ് ഈ പോങ്ങനെ ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി എനിക്കിട്ട് തെറി കിട്ടാൻ, അല്ലെങ്കിൽ എനിക്കിട്ട് പണി കിട്ടാൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ അങ്ങനത്തെ പേടിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അല്ല, ഞാൻ പറഞ്ഞു തരികയല്ല കേട്ടോ, ഞാനിത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്രമാത്രം കനപ്പെട്ട ഒരു ആസനക്കനം നേടിയെടുത്തത് കൊണ്ട് എന്തും ഇനി എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം വന്നാൽ അത് അദ്ദേഹത്തിന് അപകടം ചെയ്യും.